ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ലൊരു ഗ്രിഡ് ഡ്രോയിങ് പഠിക്കാം കേട്ടോ. ബിഗ് ബോസ് സീസൺ 7 നമുക്ക് ജിസൈലിനാണ് ഇന്ന് വരക്കാൻ പോകുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ഗ്രാഫിനറിൻ്റെ ഒരു 0.5 mm മെക്കാനിക്കൽ പെൻസിൽ ഞാൻ ഔട്ട്ലൈനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സ്കെയിൽ വെച്ചിട്ട് 2 സെൻറ്റിമീറ്ററിൻ്റെ അളവിൽ നമ്മളിവിടെ ഗ്രിഡ് ഇടുന്നു. ഞാൻ ഗ്രിഡ് ആപ്പിൽ നമ്മളെ വരക്കാൻ ഉപയോഗിക്കുന്ന റെഫറൻസ് പിക്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24 അങ്ങനെ 30 വരെ നമുക്ക് മാർക്ക് ചെയ്യാം. അതായത് 15. നമുക്ക് താഴത്തേക്ക് നമുക്ക് 2, 4, 6, 8, 10, 12, 14, 16, 18 അങ്ങനെ 2 സെൻറ്റിമീറ്റർ താഴത്തേക്കും നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഗ്രിഡ് ആപ്പിൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ഗ്രിഡ് നമ്പറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളിവിടെ 2 സെൻറ്റിമീറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്യുക. സ്കെയിൽ വെച്ചിട്ട് 2, 4, 6, 7, 10, 12, 14, 16, 18 അങ്ങനെ താഴത്തേക്കും നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ 4 കോർണറിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴത്ത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മാർക്ക് ചെയ്തൊക്കെ നമുക്ക് യോജിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു വര വരക്കാം. ഓരോ വര ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് പതിയെ നമുക്ക് വരക്കാം. സ്കെയിൽ വെച്ചിട്ട് 2 ഡോട്ടും നമ്മൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പതുക്കെ ഓരോരോ ലൈൻസ് വരച്ചെടുക്കുക. മുകളിലോട്ട് ഞാൻ ഇവിടെ ഫസ്റ്റായിട്ട് മുകളിലോട്ട് നമ്മളുടെ 2 ഡോട്ടും യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ മുകളിലോട്ട് വരക്കുന്നുണ്ട്. സ്കെയിൽ വെച്ചിട്ട് അധികം ഡാർക്കും ചെയ്യാൻ പറ്റില്ല, ലൈറ്റായിട്ട് വേണം നമ്മൾ ഗ്രിഡ് ലൈൻസ് ഇടാൻ. എന്നാൽ മാത്രമേ നമുക്കിവിടെ നമ്മൾ ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ നമുക്ക് അധികം എറേസ് ചെയ്യേണ്ട ആവശ്യം വരാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സുഖമായിട്ട് നമുക്കിവിടെ ലൈറ്റായിട്ട് നമ്മുടെ മാർക്ക് ചെയ്യാം. നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് നമുക്ക് സ്കെയിൽ വെച്ച് വരക്കാം. പതിയെ നമ്മൾ 2 ലൈൻസും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കറക്റ്റായിട്ട് ഇവിടെ വരക്കാം. 2 സെൻറ്റിമീറ്ററാണ് വരുന്നത് ഓരോ സ്ക്വയറും. അപ്പോൾ നമുക്ക് നമ്മുടെ പേപ്പറിൻ്റെ അനുസരിച്ച് നമുക്ക് എത്ര ബിഗ് സൈസായിട്ട് നമുക്കിവിടെ ഗ്രിഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പേപ്പർ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ A3 ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ അളവിൽ ഞാനിവിടെ 2 സെൻറ്റിമീറ്റർ ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ എല്ലാ സ്ക്വയേഴ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്പറിങ് ഇടാം കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8 ലാസ്റ്റ് 15 വരെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ 6ാമത്തെ കോളത്തിൽ താഴത്തെ ഗ്രിഡിലാണ് നമുക്കിവിടെ ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജിസൈലിൻ്റെ ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 6ാമത്തെ കോളത്തിൻ്റെ താഴോട്ട് വരുന്ന 2ാമത്തെ അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6, അതുപോലെ തന്നെ 7ാമത്തെ കോളം ടച്ച് ചെയ്തുകൊണ്ട് പതിയെ വരക്കുന്നുണ്ട്. ഓക്കെ, പതിയെ ഓരോ ഗ്രിഡ് 7ാമത്തെ ഗ്രിഡ് കറഞ്ഞു. ഇനി എട്ടാമത്തെ ഒരു 2 കോർണർ നോക്കുക ഗ്രിഡ് സ്ക്വയറിൻ്റെ. അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് യോജിപ്പിച്ച് കൊണ്ടുവരിക. ഓരോരോ ലൈൻസ് നമ്മൾ കറക്റ്റായിട്ട് ഹെയറിൻ്റെ ആ ഡയറക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വരികയാണ് ചെയ്യേണ്ടത്. പതിയെ ഓരോരോ സ്ക്വയർ പിടിച്ച് വരിക. നിങ്ങൾ പെട്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ എപ്പോഴും നമ്പറിങ് ഇടണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹെയറിൻ്റെ ഡയറക്ഷൻ കറക്റ്റായിട്ട് ഇവിടെ ആ ഗ്രിഡ് ലൈൻ ടച്ച് ആവുന്നൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ വരയ്ക്കുകയാണ്. ഹെയറിൻ്റെ ഡയറക്ഷൻസ് മുകളിലോട്ട് പോകുന്ന ആ വളഞ്ഞു നിൽക്കുന്ന ഹെയർസൊക്കെ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻസിലൂടെ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ആ ഒരു ഷേപ്പ് നമുക്ക് ബേസിക്കലി ഷേപ്പ് നമ്മൾ ഹെയറിൻ്റെ ഷേപ്പ് ഇവിടെ വരയ്ക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ആ ഡയറക്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു മുടിയുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വരക്കാം. നമുക്കിവിടെ ആ ഗ്രിഡിൻ്റെ ആ സെൻറ്ററിലൂടെ ജസ്റ്റ് ഒന്ന് പോകുന്നു. പിന്നെ സൈഡിലത്തെ ആ ഒരു പോർഷൻസും നമുക്കിവിടെ കവർ ചെയ്യാം. സൈഡിൽ വരുന്ന ഹെയറിൻ്റെ ആ ഡയറക്ഷൻസും പതിയെ നമുക്കിവിടെ വരച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻസിലൂടെ കാണിക്കുക. ശ്രദ്ധിക്കുക നോക്കുക. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന ആ ഹെയറിൻ്റെ ഡയറക്ഷൻസ് പതിയെ വരക്കുക. ഓരോ ഗ്രിഡ് ലൈൻസ് പിടിച്ചുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ഗ്രിഡ് സ്ക്വയർ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് പതുക്കെ വേണം വരക്കാൻ കേട്ടോ. തെറ്റിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ സാവധാനം ചെയ്യുക. ഓരോ ഗ്രിഡ് നമ്മൾ വരക്കുമ്പോൾ എപ്പോഴും നമ്മൾ റെഫറൻസ് പിക്ചർ ഒന്ന് ടാലി ചെയ്യുക. അപ്പോൾ 2 സ്ക്വയറിലും വരുന്നത് കറക്റ്റാണോ എന്ന് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ താഴോട്ട് വരുന്ന ഹെയറിൻ്റെ ആ ഒരു ഡയറക്ഷൻ നമുക്ക് വരക്കാം. ജസ്റ്റ് ഒന്ന് വരച്ചു വിടുക. താഴത്തോട്ടുള്ള ലെഫ്റ്റ് സൈഡിലത്തെ പോർഷൻസും ജസ്റ്റ് വരക്കുന്നുണ്ട്. ആ താഴോട്ടേക്കുള്ള മുടിയുടെ ഡയറക്ഷൻ വരച്ചു. ഇനി കാതിലിൻ്റെ ആ ഒരു ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് വരക്കാം.
ഷേപ്പ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. കാതിൻ്റെ ആ ഷേപ്പ് നമ്മൾ വരച്ചേക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാതിലും ജസ്റ്റ് ഒന്ന് ആ റിങ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാതിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഹെയറിൻ്റെ ആ ഒരു ഡയറക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻസ് ഇട്ട് കാണിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഹെയർസിൻ്റെ ആ ഒരു ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന ചെറിയ മുടി നമുക്കിവിടെ വരച്ചെടുക്കാം. എത്ര സ്ക്വയർ പോകുന്നുണ്ട്? 1 2 3 നാലാമത്തെ കുറച്ചൊന്ന് ആ ചെവിയുടെ ആയിട്ട് ടച്ച് ചെയ്യുന്ന ആ ഒരു പോർഷൻസ്. അപ്പോൾ അത് നമ്മളിവിടെ ഹെയർ നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. കറക്റ്റായിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പിരികം വരക്കാം. നോക്കുക, നിങ്ങളെ ഹെഡിൽ നിന്ന് രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കറക്റ്റായിട്ട് ഇവിടെ പതുക്കെ നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് ഡയറക്ഷൻ കാണിക്കാം. പിരികത്തിൻ്റെ ആ ഡയറക്ഷൻസ് നമുക്ക് പതുക്കെ കാണിക്കാം കേട്ടോ. ഞാനിവിടെ ഡയറക്ഷൻസ് റൈറ്റ് സൈഡിലെ പിരികം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഡയറക്ഷൻസ് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഓക്കെ, ഇനി വരച്ചിട്ട് നമുക്കിവിടെ കണ്ണിൻ്റെ പോർഷൻസ് വരക്കാം. സോറി, എനിക്ക് ചെറിയ തെറ്റിപ്പോയിട്ട് ഞാൻ അതാ പറഞ്ഞത്. നമ്മളെ ഡയറക്ഷൻസ് വരച്ച് കുറച്ചൊന്ന് ഞാൻ താഴ്ത്തി വരച്ചു. ആ പിരികത്തിൻ്റെ ആ ഡയറക്ഷൻ കുറച്ച് താഴ്ത്തി. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ണ് വരച്ചതിന് ശേഷം നമ്മളുടെ പിരികം വരക്കാം. അതാ പറഞ്ഞത്, എല്ലാവർക്കും തെറ്റും. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. ഞാനൊക്കെ ചെറുങ്ങനെ തെറ്റിപ്പോയി. ആ ജസ്റ്റ് ആ ഡിവൈഡ് ചെയ്യാൻ ഞാൻ വിട്ടുപോയി ഗ്രിഡ് സ്ക്വയറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഇപ്പോൾ ഞാൻ കയറ്റിയിട്ട് കറക്റ്റായിട്ട് പിരികം വരച്ചിട്ടുണ്ട്. നമ്മൾ കറക്ഷൻസ് ചെയ്തിട്ട്. അപ്പോൾ എറേസർ എപ്പോഴും വെക്കുക. അതുകൊണ്ട് ലൈറ്റായിട്ട് നമ്മൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് എറേസ് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഔട്ട്ലൈൻസ് വരയ്ക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് ലെഫ്റ്റ് സൈഡിലെ കണ്ണും നമുക്ക് വരച്ചെടുക്കാം. ആ ഡയറക്ഷൻസ് കറക്റ്റായിട്ട് ആ ഷേപ്പ്, ആ ബേസിക് ഷേപ്പ് വരയ്ക്കുക ഫസ്റ്റ്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ കൃഷ്ണമണി നമുക്ക് ആ ഗ്രിഡ് ലൈനിൽ എത്രത്തോളം പോകുന്നുണ്ട് അത്രത്തോളം ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വിടുക കണ്ണിൻ്റെ ആ പോർഷൻസ്. പിന്നെ കവളിൻ്റെ ആ ഒരു തടിപ്പ് ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട്. പിന്നെ ആ താഴത്തേക്കുള്ള ഫേസിൻ്റെ, അതായത് തുന്തയുടെ ആ ഒരു ഭാഗം അതും ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട്. നമുക്ക് നമുക്ക് ചുണ്ട് ഫസ്റ്റ് വരക്കാം. എന്നിട്ട് നമുക്ക് ചുണ്ട് വരച്ചതിന് ശേഷം നമുക്കിവിടെ മൂക്കിൻ്റെ പോർഷൻസ് വരക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ചുണ്ടിൻ്റെ ഞാൻ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ആ കണ്ണിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന ആ ഒരു മൂക്കിൻ്റെ പോർഷൻസ് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇടുന്നുണ്ട് കറക്റ്റായിട്ട്. ഓക്കെ, പതിയെ വരക്കുക. ലൈറ്റായിട്ട് നമ്മൾ ഇവിടെ ഔട്ട്ലൈൻസ് കറക്റ്റായിട്ട് ആ ഷേപ്പ് നമുക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ, ഒരു ഗ്രിഡ് സ്ക്വയർ ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇവിടെ വരക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കുക. ആ ഷേപ്പ് നമ്മളെപ്പോൾ ഷേപ്പ് ഔട്ട് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ മൂക്കിൻ്റെ എങ്ങനെയാണോ വളഞ്ഞിരിക്കുന്നത് ആ മൂക്കിൻ്റെ സുഷിരം എല്ലാം നമ്മൾ കറക്റ്റായിട്ട് വരക്കുക. നമുക്ക് ചുണ്ടിൻ്റെ ഭാഗത്ത് കിടക്കാം. ചുണ്ട് എന്ന് വെച്ചാൽ ജിസേലിൻ്റെ ചുണ്ട് കുറച്ച് തടിച്ചൊരു ചുണ്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. റൈറ്റ് സൈഡിൽ ആ ഒരു പോർഷൻസ്. സോറി, എനിക്ക് ചെറിയ എൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ആയിട്ടുണ്ടായിട്ടില്ല. സോറി, നിങ്ങൾ ക്ഷമിക്കുക. ജസ്റ്റ് ഒന്ന് ഇതായിപ്പോയി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ബാക്കി വരുന്ന ചുണ്ടൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന ഫേസിൻ്റെ ആ കവളിൻ്റെ ഒരു ഭാഗം കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. മൂക്കിൻ്റെ ഭാഗം പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടാം. നമുക്ക് എവിടേക്കാണോ കറക്ഷൻസ് ചെയ്യേണ്ടത് അവിടേക്ക് ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്ത് വിടുക. ലൈറ്റായിട്ടൊന്ന് നമ്മൾ ഫൈനൽ എന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്ലൈൻ ക്ലിയർ ആയതിനു ശേഷം നമുക്കിവിടെ ഡാർക്ക് ചെയ്ത് വിടാം. ലൈറ്റായിട്ട് ഒരു നമുക്ക് ഹെയറൊക്കെ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് നമുക്കിവിടെ ഡാർക്കൻ ചെയ്ത് വിടാം. പിന്നെ ഡ്രസ്സിൻ്റെ പോർഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്. ലൈറ്റായിട്ട് ലെഫ്റ്റ് സൈഡത്തെ പോർഷൻസ് വരച്ചു. അതുപോലെ തന്നെ ആ മാലയുടെ ആ ഒരു പോർഷൻസും ഞാൻ ഇവിടെ വരക്കുന്നുണ്ട് ലൈറ്റായിട്ട്. ഓക്കെ, അതും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഹെയറിൻ്റെ ആ ഒരു പോർഷൻസും നമ്മൾ പതുക്കെ ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്ത് വിടുക. പിന്നെ ഫേസിൻ്റെ ആ ഒരു ഷേപ്പും ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്യുക. പിന്നെ പിരികം, അതുപോലെ തന്നെ എല്ലാ പിരികത്തിൻ്റെ ഡയറക്ഷൻസും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്തിടുക. ചുണ്ടിൻ്റെ പോർഷൻസും കറക്റ്റായിട്ട് വരക്കുക. പിന്നെ നമുക്കിവിടെ ആ ഡ്രസ്സിൻ്റെ ഓരോ പോർഷൻസും നമ്മൾ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ കോളറിൻ്റെ ആ പോർഷൻസും പിന്നെ ആ ജിസയിൽ നിന്ന് ആ പേരെഴുതിയിട്ടുള്ള ആ ഒരു പട്ടിയും ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ബാക്കി വരുന്ന ഡ്രസ്സിൻ്റെ പോർഷൻസും ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മാക്സിമം ഏകദേശം നമ്മൾ ഔട്ട്ലൈൻസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജിസയിൽ നിന്നുള്ള പേരും ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വിടുക. ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് എഴുതിയിട്ട് ഫിനിഷിംഗ് ആയിട്ടൊന്ന് ജസ്റ്റ് വരച്ച് വിടുക. ഇപ്പോൾ നമ്മളെ ഔട്ട്ലൈൻസ് ഡ്രോയിങ് ആണ്. ഇതിന് ശേഷം ഇത് നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കുക, നിങ്ങൾക്ക് പെൻസിൽ ഡ്രോയിങ് വേണോ അതോ കളർ പെൻസിൽ ഡ്രോയിങ് വേണോ. അപ്പോൾ മാക്സിമം നിങ്ങളെ
സബ്സ്ക്രൈബർ നമ്മൾ എന്താ പറയുന്നത് നോക്കിയിട്ട് നമ്മൾ ആ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും, ട്യൂട്ടോറിയൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കുക, നിങ്ങൾ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഗ്രിഡ് ഡ്രോയിങ് വരക്കാൻ പഠിച്ചെന്ന് വിചാരിക്കുന്നു.